ഹലോ ഫ്രണ്ട്സ്, ഞങ്ങളിന്ന് ഗുരുവായൂരാണുള്ളത്. അപ്പോൾ ട്യൂൺസ് ഓഫ് ലൈഫിലേക്ക് എല്ലാ ഫ്രണ്ട്സിനും സ്വാഗതം. അപ്പോൾ നമുക്ക് ക്ഷേത്രത്തിലേക്ക് പോകാം കേട്ടോ. ഒരുപാട് നാളായി ഞാനിങ്ങനെ ആഗ്രഹിക്കുകയാണ് ഗുരുവായൂർ ക്ഷേത്രത്തിലെത്തണം എന്നുള്ളത്. നമ്മൾ ഏകാദശിയും അതുപോലെ തന്നെ പല വ്രതങ്ങളും ഭഗവാന്റെ വൈകുണ്ഠ ഏകാദശി ഇതിൻ്റെ വീഡിയോസൊക്കെ ഞാനിതിലിട്ടപ്പോഴൊക്കെ മനസ്സിൽ ഗുരുവായൂർ ക്ഷേത്രത്തിലെത്തണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഇതിനു മുമ്പ് ഏകദേശം 1 വർഷം മുൻപാണ് ഞാൻ ഈ ഗുരുവായൂരിലെത്തിയത്. അപ്പോൾ അന്ന് നമുക്ക് വ്ളോഗോ അങ്ങനെയൊന്നും യൂട്യൂബൊന്നും അന്ന് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടില്ലായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് അന്നത്തെ വീഡിയോസൊന്നും എടുക്കാൻ കഴിയാതിരുന്നത്. അപ്പോൾ ഇത് ഗുരുവായൂരിൽ കർശനമായി വീഡിയോഗ്രാഫിയും അതുപോലെ തന്നെ മൊബൈൽ ഫോൺ ഫോട്ടോഗ്രാഫിയും ഒക്കെ അവർ നിയന്ത്രിച്ചിരിക്കുകയാണ്. എവിടെ ഒരു ക്യാമറ ഓൺ ചെയ്തത് കണ്ടാലും അവർ വന്ന് ക്ഷേത്ര ഭാരവാഹികൾ ഒക്കെ വന്ന് വഴക്ക് പറയുകയാണ്. അവിടെ വീഡിയോ എടുക്കാൻ പാടില്ല, ഇവിടെ എടുക്കാൻ പാടില്ല എന്ന്. അതുകൊണ്ട് ഭഗവാന്റെ എടുക്കാൻ കഴിയുന്ന സ്ഥലങ്ങളിൽ മാത്രമാണ് ഈ വീഡിയോ ഞാൻ ചെയ്തിട്ടുള്ളത് കേട്ടോ. ഓഡിറ്റോറിയവും ക്ഷേത്രത്തിൻ്റെ പരിശുദ്ധിക്ക് ഒരു തരത്തിലും കളങ്കമില്ലാത്ത രീതിയിലാണ് ഞാൻ ഈ വീഡിയോഗ്രാഫി ചെയ്തിരിക്കുന്നത്. പുറത്തുനിന്ന് എനിക്ക് എടുക്കാൻ കഴിയുന്ന ദൃശ്യങ്ങൾ മാത്രമാണ് ഇതിൽ പകർത്തിയിട്ടുള്ളത്. പിന്നെ നിങ്ങൾക്കറിയാലോ ഫ്രണ്ട്സ്, എൻ്റെ ചെറിയ മൊബൈലാണ്. അപ്പോൾ ആ മൊബൈൽ വെച്ചിട്ടുള്ള ആ ഒരു ക്ലാരിറ്റിയും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. പിന്നെ വീഡിയോ എടുക്കുന്നതിലും പല പോരായ്മകളും ഉണ്ടായിരിക്കും. അപ്പോൾ ഫ്രണ്ട്സ് എല്ലാം ക്ഷമിക്കുമെന്ന് വിചാരിക്കുന്നു. എല്ലാ ഫ്രണ്ട്സിന് വേണ്ടിയും ഞാൻ ആത്മാർത്ഥമായി എല്ലാ പേരുടെ ആരോഗ്യത്തിനും ആയുസ്സിനും വേണ്ടിയാണ് കൂടുതലും ഞാൻ പ്രാർത്ഥിച്ചത്. കാരണം ആരോഗ്യവും ആയുസ്സും അതാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ച് ഏറ്റവും വലുതെന്ന് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. ഇത് രണ്ടും ഉണ്ടെങ്കിൽ നമുക്ക് മറ്റുള്ളതൊക്കെ എങ്ങനെയായാലും നമുക്ക് കഠിനമായി പരിശ്രമിച്ചാൽ നേടാവുന്ന കാര്യങ്ങളാണ് എന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വേണ്ടിയും പ്രാർത്ഥിച്ചു. അപ്പോൾ ക്ഷേത്രത്തിൽ ഭയങ്കര തിരക്കായിരുന്നു. ആഴ്ച അവസാനമാകുമ്പോൾ ശനിയാഴ്ച ഞങ്ങൾ വെള്ളിയാഴ്ച ഈവനിങ് പോയി ശനിയാഴ്ചയാണ് എത്തിയത്. അപ്പോൾ ശനിയാഴ്ചയുള്ള തിരക്കെന്ന് പറഞ്ഞാൽ നമുക്കൊരിക്കലും ചെന്നെത്താൻ കഴിയാത്ത അത്രയും ക്യൂവിലായിരുന്നു. ഈ ക്ഷേത്രഭൂമി എന്ന് പറയുന്നത് എല്ലാവരും ആഗ്രഹിക്കുന്നതാണല്ലേ. ഗുരുവായൂർ എന്ന് പറയുന്ന ക്ഷേത്ര ഭൂമിയിലേക്ക് എത്താൻ ആഗ്രഹിക്കാത്തതായി വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. എല്ലാ ആൾക്കാർക്കും, എല്ലാ കൃഷ്ണൻ്റെ ഭക്തരായിട്ടുള്ളവർക്ക് എല്ലാവർക്കും ഇവിടെ എത്തണമെന്നുള്ളത് ഒരു ആഗ്രഹം തന്നെയാണ്. കുറേ നാളത്തെ ഒരാഗ്രഹം തന്നെയാണ്. അവിടെ ഞാൻ പോയപ്പോൾ ധാരാളം ആൾക്കാരെയൊക്കെ ഇങ്ങനെ പരിചയപ്പെട്ടിരുന്നു. അവരൊക്കെ ഇപ്പോൾ ഓരോ കഥകൾ, കൃഷ്ണനെക്കുറിച്ചുള്ള ഓരോ അനുഭവങ്ങൾ പങ്കുവച്ചു. അതായത് എങ്ങനെയൊക്കെയാണ് അവരവിടെ വരണമെന്ന് ആഗ്രഹിച്ചത്, ഓരോ പ്രാവശ്യം വരാൻ ആഗ്രഹിക്കുമ്പോഴും വരാൻ കഴിയാതെ അവർ വിഷമിച്ച കഥകളും കാര്യങ്ങളും ഒക്കെ പറഞ്ഞ് കുറേ സമയം നമ്മൾ ക്യൂവിൽ നിന്നാണ് ഭഗവാനെ കാണാൻ സാധിച്ചത്. അപ്പോൾ ഈ ഭഗവാന്റെ ഈ പുറത്തു നിന്നുള്ള കാഴ്ചകൾ, ക്ഷേത്രത്തിൻ്റെ പുറത്തു നിന്നുള്ള കാഴ്ചകൾ എൻ്റെ ഫ്രണ്ട്സിലേക്ക് എത്തിക്കണമെന്ന് എനിക്കുള്ള വലിയൊരു മോഹമായിരുന്നു. ആ മോഹമാണ് ഇപ്പം ഈ വീഡിയോ വഴി ഞാൻ സാധിച്ചിരിക്കുന്നത്. അപ്പോൾ ഓരോ കാൽവെപ്പിലും ഞാൻ ഹരേ കൃഷ്ണ എന്നുള്ള ആ ഒരു മന്ത്രം നമ്മുടെ മനസ്സിൽ ഇങ്ങനെ മുഴങ്ങി, ആരും കേൾക്കാതെ ആയാലും നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടേയാണ് അമ്പലത്തിലെ ക്യൂയിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരുന്നത്. അതുപോലെ ഞാൻ ഉച്ചത്തിൽ നാമജപം ചെയ്യുന്ന ഒരുപാട് ആൾക്കാരെ ഞാൻ അവിടെ കണ്ടു. ജ്ഞാനപാനയിലെ വരികളൊക്കെ ഇങ്ങനെ അവിടെ ഓരോ ആൾക്കാരിങ്ങനെ മന്ത്രം പറയുന്നത് പോലെ പറയുന്നുണ്ടായിരുന്നു. അതൊക്കെ കേട്ടപ്പോൾ തന്നെ മനസ്സിന് വല്ലാത്ത ഒരു എന്താണെന്ന് നമുക്ക് അറിയില്ല, ഒരു വല്ലാത്ത സമാധാനം. നമ്മുടെ എല്ലാ ദുഃഖങ്ങളും എല്ലാ വിഷമങ്ങളും നമ്മളവിടെ ചെന്നപ്പോൾ മറന്നു പോയതുപോലെ ആയിരുന്നു എനിക്ക് തോന്നിയത്. കാരണം എല്ലാ മനുഷ്യർക്കും അവരവരുടേതായ പ്രശ്നങ്ങളും മാനസികമായ വിഷമങ്ങളും ഒക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അവിടെ ഭഗവാന്റെ ക്ഷേത്രഭൂമിയിൽ എത്തിയപ്പോൾ മുതൽ, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് ഭഗവാനെ കാണാൻ ഇറങ്ങുന്ന ആ സമയം മുതൽ നമ്മുടെ മനസ്സ് ഭഗവാനിലേക്ക് അർപ്പിച്ചുകൊണ്ടുള്ള യാത്രയാണല്ലോ. അപ്പോൾ ആ യാത്രയിലുടനീളം ഭഗവാൻ നമ്മളോടൊപ്പം ഉള്ളതുപോലെ ഒരു അനുഭൂതി. ഞാൻ പോകുന്ന വഴിക്ക് തന്നെ പല വാഹനങ്ങളും നമുക്ക് നേരെ ചീറിപ്പാഞ്ഞിങ്ങനെ തൊട്ടില്ല എന്നുള്ള രീതിക്ക് ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു. അത് വളരെയധികം ഭയം ഉണ്ടാക്കി.